നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കരൂര് ദുരന്തമുണ്ടായ ദിവസം അവിടെ മരണപ്പെട്ടവർക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യോഗം ആദരാഞ്ജലികൾ നേരുകയാണ്. 39 ആളുകൾ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക്. 40 ആളുകൾ അല്ലേ, 40 ആളുകൾ മരിച്ചു. ഈ മരണപ്പെട്ടപ്പോൾ 2 കാര്യം നമ്മൾ കണ്ടു. ഒന്ന്, കോൺഗ്രസിൻ്റെ കരൂർ MP ജ്യോതിമണി വിമാനത്താവളത്തിലേക്കുള്ളൊരു ഓട്ടുണ്ട്. വിമാനം പിടിച്ചിട്ട് കരൂരെത്താൻ വേണ്ടിയിട്ട് ഓടുക. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേതാവാണ്. ഒരു നേതാവ് അങ്ങനെ ചെയ്യുക. വേറൊരാൾ ഈ സമ്മേളനം സംഘടിപ്പിച്ച് ഈ 39 പേർ മരിക്കാൻ കാരണമായ നടൻ വിജയ് ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് നേരെ ഓടിയിട്ട് ചെന്നൈയിലെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് AC കിടന്നുറങ്ങി. ആ പാവപ്പെട്ട ഒരു അമ്മ, ഒരു സ്ത്രീ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ ചെളിയിൽ കുളിച്ച് കിടക്കുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് AC പോയി കിടക്കാൻ കഴിയാൻ? കേരളത്തിൽ ഇതുപോലെ നിങ്ങൾക്കൊരു ഉദാഹരണം കാണാം. വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആ നിമിഷം ആദ്യമായി അവിടെ കൂടിയെത്തിയ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്നാ 1 കൊല്ലായിട്ട് അവിടേക്ക് ആ ചുരം കയറാതെ വയനാട്ടിലെ പാവങ്ങൾക്ക് ലീഗ് ഉണ്ടാക്കി കൊടുത്ത വീട് മുടക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചുരം കയറിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ. തവനൂരുകാർക്ക് അപമാനമായി മാറിയ, കേരള രാഷ്ട്രീയത്തിന് അപമാനമായി മാറിയ ആ മനുഷ്യന്റെ പേര് ഒറ്റത്തവണ ഞാൻ പറയാം. ആ മനുഷ്യന്റെ പേര് ശ്രീ KT ജലീൽ എന്നാണ്. ഈ നാടിന് നാണക്കേടാണ്. തങ്ങൾ അവിടേക്ക് പോകുന്നത് അവരെ രക്ഷാപ്രവർത്തനം നടത്താൻ. ഈ മനുഷ്യൻ അവിടേക്ക് ആദ്യമായിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് വീട് മുടക്കാൻ എന്നിട്ട് പറയാണ്, പള്ളി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞു, മദ്രസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞു. എന്നിട്ടാണ് അവിടെ ഇവരൊക്കെ വീട് വെക്കാൻ വേണ്ടി ഇവർ ആ ലീഗിൻ്റെ പദ്ധതി ചേരാൻ വേണ്ടി തയ്യാറായത്. മറുപടി പറഞ്ഞത് പള്ളി പോകുന്നവരല്ല, മറുപടി പറഞ്ഞത് മദ്രസയിൽ പോകുന്നവരല്ല, മുസ്ലിങ്ങളല്ല, മറ്റു മതക്കാർ. അവർ പറഞ്ഞു, അവിടെ ദുരന്തമുണ്ടായ നിമിഷങ്ങളിൽ ഞങ്ങൾ ആദ്യമായി ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്തല്ലാതെ അത് ചായ്പാണെങ്കിൽ ആ ചായ്പിൽ കിടക്കാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ പള്ളി അമ്പലമൊന്നും കണ്ടിട്ടല്ല. എന്നിട്ട് തോട്ടഭൂമിയാണ്, നടക്കില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ തോട്ടഭൂമിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ വേറെന്തോ ഒരു നോട്ടീസ് വന്നു എന്ന് പറഞ്ഞു. അതിൽ തോട്ടഭൂമിയുടെ കണക്ക് പറഞ്ഞോ? വില കുറഞ്ഞ ഭൂമിയാന്ന് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? സ്റ്റോപ്പ് മെമ്മോ വന്നു, പണി നടക്കാൻ പോകില്ല എന്ന് വാർത്ത കൊടുത്തവരില്ലേ? ഒരു ദിവസം പോലും പണി മുടങ്ങാതെ ദ്രുതഗതിയിൽ മുസ്ലിം ലീഗിന്റെ വീടുകളുടെ നിർമ്മാണം അവിടെ നമ്മളെടുത്ത സ്ഥലത്ത് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 6 മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഒരു പാർട്ടിക്കും ഇന്ത്യയിലെ ഒരു NGOക്കും അവകാശപ്പെടാൻ കഴിയാത്ത മാതൃകാപരമായ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ ദുരന്തബാധിതർക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഈ ഭൂമിയെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോഴാണ് നമ്മൾ വേറൊരു ഭൂമിൻ്റെ പിന്നാലെ പോയത്. അലിക്കോയ സാഹിബിനെ അറിയാം, റിയാസിനെ അറിയാം, അസീമിനെ അറിയാം, ഉള്ള നേതാക്കന്മാർക്കൊക്കെ അറിയാം. ഈ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 17,65,00,000 രൂപയുടെ അഴിമതിയാണ്. ഇന്നലെ ലില്ലീസ് ഗഫൂർ അല്ലേ അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്കെതിരെ കുറേ ആക്ഷേപം, എനിക്കെതിരെ കുറേ കേസുണ്ട്, അതൊന്നും രാഷ്ട്രീയ കേസല്ല എന്നാണ്. മോനെ പന്നിക്കണ്ടത്തിൽ ഗഫൂറെ, രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലാതെ ഈ PK ഫിറോസിനെതിരെ ഒരു കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അന്ന് ഈ ഏർപ്പാട് നിർത്തും ഞങ്ങള്. നിങ്ങളെ പിണറായി വിജയൻ കൊടുത്ത കേസല്ലാതെ, നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി എടുത്ത കേസല്ലാതെ ഏതെങ്കിലും ഒരു കേസ് എൻ്റെ പേരിൽ ഏത് സ്ഥലം തട്ടിയ കേസുണ്ട്. ഇങ്ങനെ ഖുർആനൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇവർക്ക് പച്ച കള്ളം പറയാൻ ഇവർ വിറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തറവാടൊക്കെ വിൽക്കാൻ തീരുമാനിച്ചത്, വേറെ ആൾക്കാരെ പേരിലേക്ക് സ്ഥലം മാറ്റാനൊക്കെ തീരുമാനിച്ചത്. നിങ്ങൾ തറവാട് വിറ്റാലും ശരി, ആ തറവാടിൻ്റെ അടിവേരടക്കം മാന്തിയിട്ട് ആ 17 കോടി ഞങ്ങൾ തിരിച്ചു പിടിക്കും. നിങ്ങൾ പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ തറവാടും മാറ്റും അല്ലേ. ലില്ലീസ് എന്നൊക്കെ പേരിട്ടത് പന്നിക്കണ്ടത്തിൽ നിന്ന് വിളിക്കുന്നതിലുള്ള നാണക്കേട് ഓർത്തിട്ടാണ്. പന്നിക്കണ്ടത്തിൽ ഗഫൂറെ, പന്നിക്കണ്ടത്തിൽ ജംഷീദെ, പന്നിക്കണ്ടത്തിൽ വേറെ ആരെങ്കിലും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ ഭൂമി എന്നിട്ട് പറയാണ് ഞാൻ 2010 വാങ്ങിയ ഭൂമിയാണെന്ന്. 2010 വാങ്ങിയ ഭൂമി അവിടെ വേറെ ഉണ്ട്. ഇത് വാങ്ങിയ ഭൂമിയുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. 2016 ഞങ്ങൾ ചോദിച്ച വിവരാവകാശ പ്രകാരം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ അതിൽ പന്നിക്കണ്ടത്തിൽ ഗഫൂറിന്റെ പേരില്ല, അതിൽ പന്നിക്കണ്ടത്തിൽ ജംഷീദിന്റെ പേരില്ല, അതിൽ V അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾ പേരില്ല, അതിൽ നമ്പൂതിരിമാരുടെ പാവപ്പെട്ട നമ്പൂതിരിമാരുടെ പേരാ, മൊയ്തീൻ കുട്ടിയാജിയുടെ പേരാ, ഒരു പാവപ്പെട്ട ഉമ്മയുടെ പേരാ. 1,60,000 ധാരണയുണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ കച്ചവടം നടത്തിയിട്ട്
17,65,00,000 സർക്കാരിൻ്റെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊതുയോഗം നടത്തിയാലും മതിയാവില്ല, നിങ്ങൾ 1000 പൊതുയോഗം നടത്തിയാലും മതിയാവില്ല. പരമാവധി പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് കേവലം 6 മാസമാണ്. 6 മാസം കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണം താഴെ ഇറങ്ങി അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. പിന്നെ ഈ പറഞ്ഞ ആളുണ്ട്, ഒപ്പിട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങളുടെ കാലത്തല്ല, UDFന്റെ കാലത്താണ്. അതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുമ്പാകെ കൊടുത്തില്ലേ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ KT ജലീൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ഉഷ തോമസ് അവര് പറഞ്ഞ വാക്ക് കേൾക്കാതെ, കേരള ഹൈക്കോടതി പറഞ്ഞ വാക്ക് കേൾക്കാതെ ഈ പറയുന്ന സ്വതന്ത്ര മുതലാളിമാർക്ക്, വെള്ളവേഷം ധരിച്ച കുറുവ സംഘത്തിന് പണം വാങ്ങിക്കൊടുക്കാൻ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കാൻ. എന്നിട്ട് ഈ ചങ്ങാതി ചോദിക്കാട്ടോ, തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചോദിക്കാട്ടോ ഏതൊരു കടക്കാരനോട്, അല്ല ഞാൻ നിങ്ങളെ കടയിൽ നിന്ന് എത്ര സർബത്ത് കുടിച്ചിട്ടുണ്ട്, ഇതുവരെ പൈസ തരാൻ നിന്നിട്ടുണ്ടോന്ന്. എനിക്ക് മനസ്സിലായില്ല, ഇതെന്താ അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ? സർബത്തിന്റെ പൈസ കൊടുക്കുന്നവരൊക്കെ മാന്യന്മാരാ? ഞാൻ ചോദിക്കട്ടെ, വീരപ്പൻ ഇന്ന് വരെ ഏതെങ്കിലും കടയിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വീരപ്പൻ കാട്ടുകൊള്ളക്കാരനല്ലേ? കോടാലി ശ്രീധരൻ കേരളത്തിലെ വലിയ കവർച്ചക്കാരനാണ്. ഏതെങ്കിലും ചായക്കടയിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മോനെ KT ജലീലേ, നിന്റെ മന്ത്രിസ്ഥാനം ഞങ്ങൾ ഇപ്പൊ തെറിപ്പിച്ചിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ നീ പറഞ്ഞില്ലേ തവനൂർ ജയിലിൽ ഞാൻ പോവില്ലെന്ന്, ഞാൻ വേറെ ആരൊക്കെ കാണാനാ പോവാന്നല്ലേ? 6 മാസം കഴിഞ്ഞാൽ ആരെ കാണാനാണ് പോവുക, ആരാണ് നിന്നെ കാണാൻ വരിക എന്നുള്ളത് ഈ മലയാളി കാണുക തന്നെ ചെയ്യും. ഒരാളെയും വെറുതെ വിടില്ല. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം ഉന്നയിച്ചാലും ശരി, നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാലും ശരി, നിങ്ങൾ എവിടെയൊക്കെ കേസ് കൊടുത്താലും ശരി. എവിടെയൊക്കെ കേസ് കൊടുത്തു? വിജിലൻസില്, ED-യില്, CBI-യില്, NIA-യില്. നിങ്ങൾ വേണമെങ്കിൽ ഇന്റർപോളിനും കൊടുത്തോ. പക്ഷേ ഒരു മുസ്ലിം ലീഗുകാരന്റെ ഒരു ദേഹത്ത് ഒരു പൊടിമണ്ണിടാൻ ഒരൊറ്റ ഇടതുപക്ഷക്കാരനും ഈ അല്പന്മാർക്കും സാധ്യമല്ല എന്ന് അവരെ മാന്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് മുസ്ലിം യൂത്ത് ലീഗ്.